ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര പറഞ്ഞതായിരുന്നില്ലേ to my face, but that's not true. On record, not true. അതെ, ഇതുവരെ അവർ ഒരു തവണ പോലും പ്ലാസ്റ്റിക് സർജറീസ് ഒന്നും ചെയ്തിട്ടില്ല. ഈ മേജർ ഡിഫറൻസിന് കാരണം അവരുടെ ഐബ്രോ ഷേപ്പിലുള്ള ഡിഫറൻസ് ആണത്രേ. ശരിയാണ്, നമ്മുടെ ഐബ്രോസിന്റെ ഷേപ്പ് മാറുന്നതനുസരിച്ച് നമ്മുടെ ഫേസിന്റെ ഔട്ട്ലുക്ക് മൊത്തത്തിൽ മാറും. പക്ഷെ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഐബ്രോ ഷേപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? പറഞ്ഞുതരാം. വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഫേസിന് ഭയങ്കര ഷാർപ്പ് ഫീച്ചേഴ്സ് ആണുള്ളതെങ്കിൽ, നമ്മുടെ ജോയും നോസും ഒക്കെ ഭയങ്കര ഷാർപ്പായിട്ടാണുള്ളതെങ്കിൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള കർവ്ഡ് ഐബ്രോസ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. അതേപോലെ തന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിട്ടുള്ളതെങ്കിൽ നമ്മൾ ആർച്ച്ഡ് ഐബ്രോസ് വേണം ചൂസ് ചെയ്യാം. പാർലറിൽ പോയിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരിക്കലും നമുക്ക് ബ്രോസ് ഷേപ്പ് ചെയ്യാൻ പറ്റില്ല. അത് കാരണം ലാസ്റ്റ് ഒരു 5 years ആയിട്ട് ഞാൻ ഇതേപോലത്തെ റേസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഡെഡ് സെൽസ് ഇങ്ങ് പോരുമല്ലോ. ഫേസിന്റെ കാര്യമാണ്, റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്റെ ഒരേ ഒരു ചോയ്സ് എന്നും സെൻസി കെയറിന്റെ റേസർ കിറ്റ്സും അതേപോലെ അലോവേറ ജെല്ലുമാണ്. പിന്നെ ലിങ്കിനായിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. ഇങ്ങനത്തെ കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം. പുതിയൊരു വീഡിയോ കാണാം. ബൈ.